മലയാളികൾക്ക് ഗൾഫ് എന്നും ഒരു സ്വപ്നഭൂമിയാണ്. പ്രാരാബ്ധങ്ങളെല്ലാം മാറ്റി സമ്പത്തും സമൃദ്ധിയും നൽകുന്ന ഒരു സ്വപ്നഭൂമി. പക്ഷേ UAE-യിലേക്കുള്ള പല മലയാളികളുടെയും യാത്ര ഇപ്പോൾ വിമാനത്താവളങ്ങളിൽ അവസാനിക്കുകയാണ്. വിമാനത്താവളങ്ങളിൽ നിന്നും നനഞ്ഞ കണ്ണുമായി മടങ്ങാതിരിക്കാൻ വലിയ ജാഗ്രത വേണം. ബർമ്മയിലേക്കും ശ്രീലങ്കയിലേക്കും സിംഗപ്പൂരിലേക്കും മലേഷ്യയിലേക്കുമൊക്കെയുള്ള ആദ്യകാല പ്രവാസം, പിന്നീട് ഗൾഫ് എന്ന അത്തറുമണക്കുന്ന മണ്ണിലേക്കുള്ള കൂട്ടയാത്ര. വിശാല മനസ്സും വിദ്യാഭ്യാസവും കഠിനാധ്വാനവും സാമൂഹിക ബോധവും ചെന്നിടങ്ങളിലെല്ലാം മലയാളിയെ പ്രിയങ്കരനാക്കി. സ്വദേശികളെക്കാൾ ഇന്ത്യക്കാരുള്ള നാടുകളുണ്ട് ഇന്ന് ഗൾഫിൽ. എളുപ്പത്തിൽ കയറിച്ചെല്ലാവുന്ന ഇടം എന്ന തോന്നലിനാണ് ഇപ്പോൾ മാറ്റം വരുന്നത്. അമേരിക്കയിലേക്കോ യൂറോപ്പിലേക്കോ യാത്ര ചെയ്യുന്നത് പോലുള്ള മുൻകരുതലുകൾ ഇനി UAE-യിലേക്ക് യാത്ര ചെയ്യുമ്പോഴും വേണം. എയർപോർട്ടിൽ ചെക്ക് ചെയ്യുന്ന 3 മെയിൻ കാര്യങ്ങൾ: റിട്ടേൺ ടിക്കറ്റ്, ഷോ മണി, ഹോട്ടൽ ബുക്കിംഗ്. റിട്ടേൺ ടിക്കറ്റ് നമ്മൾ സ്വന്തം രാജ്യത്തേക്കോ അല്ലെങ്കിൽ നമ്മൾ റിസൈഡിങ് ചെയ്യുന്ന കൺട്രിയിലേക്കാണ് വേണ്ടത്. അത് വാലിഡ് ടിക്കറ്റ് ആയിരിക്കണം, വളരെ നിർബന്ധമാണ്. അതുപോലെ തന്നെ ഹോട്ടൽ ബുക്കിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വൗച്ചർ, ഹോട്ടൽ ബുക്കിങ്ങിൻ്റെ വൗച്ചർ ആണെങ്കിൽ അത് ഞങ്ങളുടെ കൈവശം ഉണ്ടാവണം. അല്ലെങ്കിൽ ഇതൊരു വിസിറ്റിംഗ് കൺട്രിയാണ്, അവർക്ക് അവരുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് വരാം, റിലേറ്റീവ്സ് വരാം. അപ്പോൾ അവരെ ഡോക്യുമെൻറ്റ്സ്, പാസ്പോർട്ട് കോപ്പി, അവരുടെ എമിറേറ്റ്സ് ID, അതുപോലെ തന്നെ ടെനൻസി കോൺട്രാക്റ്റ്, അതിൻ്റെ കൂടെ തന്നെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ. അവർ ഇൻവൈറ്റ് ചെയ്യാണ്, അവർ വരുന്ന സമയത്ത് ഒരു ഇൻവിറ്റേഷൻ ലെറ്ററും കൂടി അവരുടെ കൈവശമുണ്ടെങ്കിൽ അവർ ക്ലീനാണ്. ഇത്തരം നിയമങ്ങളും നിർദ്ദേശങ്ങളും മുൻപും UAE-യിൽ ഉണ്ടായിരുന്നു. ഒന്നും കർശനമായി നടപ്പാക്കിയിരുന്നില്ല എന്നു മാത്രം. പുതിയ നിർദ്ദേശം വന്നതായി ഇൻഡിഗോ എയർലൈൻസ് തന്നെ ട്രാവൽ ഏജന്റുമാർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു. എയർ ഇന്ത്യ എക്സ്പ്രസും ഇക്കാര്യം ഉറപ്പിക്കുന്നുണ്ട്. യാത്രക്കാരെ തിരിച്ചയക്കുന്ന സാഹചര്യമുണ്ടായാൽ അതിനുള്ള ചെലവും ഡീപ്പോർട്ടേഷൻ പിഴയും ഇനി വിമാന കമ്പനികൾ വഹിക്കില്ല. ഇമിഗ്രേഷൻ ഓഫീസർക്ക് ഇയാൾക്ക് മതിയായ രേഖകൾ കൈവശമില്ല എന്ന് തോന്നുകയാണെങ്കിൽ അവരെ സ്വദേശത്തേക്ക് മടക്കി അയക്കാനുള്ള ഓതറൈസ്ഡ് ആയിട്ടുള്ള ആളുകളാണ്. അപ്പോൾ സാധാരണ ഇങ്ങനെ മടക്കി അയക്കുമ്പോൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഏത് വിമാന കമ്പനിയിലാണോ ഈ വിസിറ്റർ ഈ രാജ്യത്ത് വന്നിരിക്കുന്നത് ആ എയർലൈനിൽ തന്നെ തിരിച്ചയക്കുകയും ഒപ്പം ആ വിമാനത്തിന് 5000 ദിർഹംസോളം ഡീപ്പോർട്ടേഷൻ ഫൈൻ എന്ന തരത്തിൽ അവർക്ക് ലെവി ചെയ്യുന്നുണ്ട്. UAE-യിലേക്ക് വിസിറ്റ് വിസയിലോ ടൂറിസ്റ്റ് വിസയിലോ വരുന്നവരുടെ കൈവശമോ ബാങ്ക് അക്കൗണ്ടിലോ ഏറ്റവും ചുരുങ്ങിയത് 3000 ദിർഹമോ ഇതിന് തുല്യമായ 68,000 രൂപയോ ഉണ്ടായിരിക്കണം. 2 മാസത്തേക്കാണ് വിസിറ്റ് കാലാവധിയെങ്കിൽ 5000 ദിർഹമോ തുല്യ തുകയോ ഉണ്ടാകണം. പാസ്പോർട്ടിന് 6 മാസത്തിൽ കുറയാത്ത കാലാവധി വേണം. UAE-യിൽ താമസിക്കുന്ന ഹോട്ടലിന്റെയോ മറ്റ് താമസ കേന്ദ്രത്തിന്റെയോ വിവരങ്ങൾ നൽകണം. മടക്കയാത്രയ്ക്ക് ആവശ്യമായ കൺഫേംഡ് വിമാന ടിക്കറ്റ് വേണമെന്നും ഉത്തരവിൽ പറയുന്നുണ്ട്. കോവിഡ് ഇൻഷുറൻസ് സർട്ടിഫിക്കറ്റാണ് മറ്റൊന്ന്. ഇത്രയും രേഖകളുണ്ടെങ്കിൽ ആരെയും എവിടെയും തടയില്ലെന്ന് ചുരുക്കം. ഇവിടെ ബേസിക്കായിട്ട് പ്രധാനമായിട്ട് 1 മാസത്തെ അല്ലെ 2 മാസത്തെ ടൂറിസ്റ്റ് വിസ അല്ലെ 3 മാസത്തെ ലിഷർ വിസ, ഇതിലാണ് റെസിഡൻസ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്തരം പരിശോധനകൾ ഇതുവരെ കർശനമാകാത്തതിനാൽ ഇത് ദുരുപയോഗപ്പെടുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇവിടെ വന്നുപെട്ട ആളുകൾക്ക് കൂടുതൽ ബുദ്ധിമുട്ട് ഉണ്ടാവുകയോ ഒക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിലായിരിക്കാം ഇത്തരം പരിശോധനകൾ ഈ അടുത്ത കാലത്ത് കൂടുതൽ കർശനമാക്കിയിട്ടുണ്ട്. തൊഴിലില്ലായ്മ രൂക്ഷമാകുമ്പോഴാണ് അന്നവും അർത്ഥവും തേടി ആളുകൾ മറ്റു നാടുകളിലേക്ക് പോകുക. അത് അയൽ സംസ്ഥാനങ്ങളിലേക്കാണെങ്കിലും വിദേശ രാജ്യത്തേക്കാണെങ്കിലും. സ്വന്തം നാട്ടിൽ സുഖസൗകര്യങ്ങളോടെ കഴിയാൻ അവസരമുണ്ടായാൽ ഒരാളും മറുനാട്ടിലേക്ക് അന്നവും അർത്ഥവും തേടി പോകില്ല. കോഴിക്കോട് നിന്നും കൊച്ചിയിൽ എത്തുന്നതിനേക്കാൾ വേഗത്തിൽ എത്താവുന്ന ഇടം, പാസ്പോർട്ടും വിസിറ്റ് വിസയും വിമാന ടിക്കറ്റും മാത്രമുണ്ടെങ്കിൽ വേഗത്തിൽ എത്തിപ്പെടാവുന്ന രാജ്യങ്ങൾ, ജോലിയും മാന്യമായ ശമ്പളവും മോഹിപ്പിക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങളും കാഴ്ചകളും. ഇങ്ങനെയാണ് ഗൾഫ് മലയാളിയുടെ സ്വപ്നഭൂമിയായത്. ആ സ്വപ്നഭൂമിയിലേക്ക് ടൂറിസ്റ്റ് വിസയിൽ പോകുമ്പോൾ വസ്ത്രത്തിന്റെ കാര്യത്തിലടക്കം ജാഗ്രത വേണം. റാൻഡം ചെക്കിംഗ് എന്ന പേരിൽ വിമാനത്താവളത്തിൽ നടത്തുന്ന പരിശോധനയിൽ ആദ്യം ഉദ്യോഗസ്ഥർ ശ്രദ്ധിക്കുക യാത്രക്കാരുടെ വസ്ത്രരീതികൾ തന്നെയാണ്. ഡ്രസ് കോഡ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്.
കാരണം ഇതൊരു റാൻഡം ചെക്കിംഗ് ആണ്. നമ്മളിവിടെ കണ്ടുവരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ ഒരു ഇമിഗ്രേഷൻ ഓഫീസർ ചോദിക്കുകയാണെങ്കിൽ ഡ്രസ് കോഡ് മാത്രമല്ല എപ്പിയറൻസും അവരെ ആ ഒരു വേ ഓഫ് ഡീലിംഗ് കൂടിയാണ്. ഒരു ഇമിഗ്രേഷൻ ഓഫീസർ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെങ്കിൽ അവിടുത്തെ എല്ലാ ഡോക്യുമെൻറ്റ്സ് ഉണ്ടാവും, പക്ഷെ അവർക്കത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ്. അവർ ഡയറക്റ്റ് റിലേറ്റീവ്സിനെ ഇവിടെ വിളിക്കുന്നു, ഇവിടെ എയർപോർട്ടിൽ എന്തൊക്കെയോ പ്രശ്നം വരുന്നു, ഞങ്ങൾ ടെൻഷനാവുന്നു, ഞങ്ങളെ ബോർഡ് ചെയ്യാൻ സമ്മതിക്കുന്നില്ല. എയർപോർട്ട് റിലേറ്റീവ്സ് ഒരുപക്ഷെ ഞങ്ങളെ വിളിക്കുന്നു, ട്രാവലേഴ്സ്. ഞാൻ തന്നെ ഒരുപാട് കോൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. സന്ദർശക വിസയിലെത്തുമ്പോൾ സ്വാഭാവികമായും വിസ കാലാവധി കഴിഞ്ഞാൽ ആ രാജ്യത്ത് നിന്നും മടങ്ങണം. താമസ കാലയളവിൽ അവിടെ ജീവിക്കാൻ ഒരിടവും യാത്രയ്ക്കും ഭക്ഷണത്തിനും ആവശ്യമായ പണവും വേണം. ഏറ്റവും ലളിതമായ അനിവാര്യമായ വ്യവസ്ഥകളാണ് UAE മുന്നോട്ട് വെക്കുന്നത്. എല്ലാ വിദേശ രാജ്യത്തും ടൂറിസ്റ്റായിട്ട് യാത്ര ചെയ്യുന്ന സമയത്ത് വേണ്ട, ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ റിട്ടേൺ ടിക്കറ്റ്, അല്ലെങ്കിൽ താമസവുമായി ബന്ധപ്പെട്ട രേഖകൾ, അവിടെ ചിലവാക്കേണ്ടി വരുന്ന സമയത്ത് അതിനുള്ള ഫണ്ട് സോഴ്സ് ചെയ്യുന്നില്ല. എന്താണ് മീൻസ്? അത് ക്രെഡിറ്റ് കാർഡാണോ, അല്ല കയ്യിൽ ക്യാഷ് ഉണ്ടോ എന്നുള്ള ഇത്തരം കാര്യങ്ങൾ അത് പിന്നെ നിഷ്കർഷിക്കുന്നതാണ് ഇപ്പം കൂടുതൽ ചർച്ചയായിരിക്കുന്നത്. സാധാരണഗതിയിൽ ഇപ്പോൾ UK, യൂറോപ്പ്, US, കാനഡ ഇത്തരം രാജ്യങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് വിസക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ അതിൻ്റെ ആപ്ലിക്കേഷനൊപ്പം തന്നെ ഇത്തരം വിവരങ്ങൾ അതിൽ ഫർണിഷ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഡീറ്റെയിൽസ് സബ്മിഷൻ പൊതുവെ ഈ UAEയുടെ വിസ പ്രോസസ്സിങ് വളരെ ഈസിയാണ്, സിമ്പിളാണ്, ഹാസിൽ ഫ്രീ ആണ്. അപ്പോൾ ഇത്തരം ചെക്സിനെ പറ്റിയൊന്നും വിസ അപേക്ഷിക്കുന്ന സമയത്ത് ചോദിക്കുന്നില്ല. സന്ദർശക രാജ്യത്തിന്റെ സുരക്ഷയേക്കാൾ സന്ദർശകന്റെ സുരക്ഷയും സന്തോഷവും ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. പട്ടിണിയും പരിവട്ടവുമായി പ്രവാസികൾ ഗൾഫിൽ ദുരിത ജീവിതം നയിക്കുന്ന നിരവധി വാർത്തകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. കിടക്കാനൊരിടവും കഴിക്കാൻ ഭക്ഷണവും യാത്രയ്ക്ക് പണവുമായി ആളുകൾ എത്തിയാൽ അവർക്കു തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം. UAE എന്നത് ഗ്ലിറ്റ്സ് ആൻഡ് ഗ്ലാമർ കൺട്രിയാണ്. നമുക്ക് ആർക്കൊരു സ്വപ്നമാണ് ഇവിടെ വന്നാൽ ഒരു ജോലിയിലേക്ക്. വിസിറ്റ് വിസയിൽ വരുന്ന അല്ലെങ്കിൽ ടൂറിസ്റ്റ് വിസയിൽ വരുന്നവർ ഒരു വിഭാഗം, അതായത് ഒരു നല്ലൊരു ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ട് ഒഫീഷ്യലായിട്ട് ഞങ്ങൾ ലീഗൽ പരമായിട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുത്തുകൊണ്ട് ഒരു ജോലിയിലേക്ക് മാറുക എന്നതാണ്. പക്ഷേ അവിടെ ഒരുപാട് പേര് ചതിയിൽപ്പെടുന്നു എന്നതാണ്. കാരണം വരുന്ന സമയത്ത് ഒന്നും അറിയാതെ ഇവിടെ വന്ന ശേഷം ജീവിക്കാൻ പോലും പൈസയില്ലാതെ, നാട്ടിലേക്ക് തിരിച്ചു പോകാനും പൈസയില്ലാതെ, ഓവർ സ്റ്റേ ആയി, ആബ്സ്കോണ്ടഡ് ആയി, പൊതുമാപ്പിന് വേണ്ടി കാത്തു നിൽക്കുന്ന സിറ്റുവേഷനാണ്. കൈവശം വെക്കേണ്ട പണത്തെക്കുറിച്ചും ചില ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകും. 3000 ദിർഹമോ 5000 ദിർഹമോ പണമായി കയ്യിൽ വേണമെന്നില്ല. ബാങ്ക് അക്കൗണ്ടിലോ ക്രെഡിറ്റ് കാർഡിലോ ഈ തുക ഉണ്ടായാൽ മതി. ഇതിന്റെ രേഖകൾ കൈവശം കരുതണമെന്ന് മാത്രം. പുറപ്പെടുന്ന അതേ വിമാനത്താവളത്തിലേക്കു തന്നെ മടക്കയാത്രയ്ക്കുള്ള ടിക്കറ്റ് വേണമെന്ന പ്രചാരണം പക്ഷേ അടിസ്ഥാനരഹിതമാണ്. ഈ 2 ദിവസമായിട്ട് ഏറ്റവും കൂടുതൽ നമുക്ക് വന്ന കോൾസ് ഇത് തന്നെയാണ്. ചില മാധ്യമങ്ങളിൽ വന്നൊരു വാർത്ത, അതായത് നിങ്ങൾ ഏത് എയർലൈനിലാണോ UAEയിലേക്ക് വരുന്നത് അതേ എയർലൈനിലേക്ക് റിട്ടേൺ ടിക്കറ്റ് നിർബന്ധമായിട്ട് എടുക്കണമെന്നുള്ളത്. ഇത്തരത്തിലൊരു സർക്കുലർ നമുക്ക് ആർക്കും കിട്ടിയിട്ടില്ല. പുതിയ സാഹചര്യത്തിൽ ഗൾഫിലേക്ക് വരുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം കൂടിയുണ്ട്: സമയം. ഏറ്റവും ചുരുങ്ങിയത് 3 മണിക്കൂർ മുൻപെങ്കിലും വിമാനത്താവളത്തിൽ എത്തുക. യാത്രാരേഖകളുടെയും കൈവശമുള്ള പണത്തിന്റെയും താമസ രേഖകളുടെയും പരിശോധനയ്ക്ക് കൂടുതൽ സമയം വേണ്ടിവരും. ഏതെങ്കിലും വിധത്തിൽ ആശയക്കുഴപ്പമുണ്ടായാൽ നാട്ടിലെയോ UAEയിലെയോ ബന്ധുക്കളെയോ സുഹൃത്തുക്കളെയോ വിളിച്ച് പ്രശ്നം പരിഹരിക്കാൻ സമയം വേണം. സ്വപ്നങ്ങൾക്ക് പുറകെയുള്ള ഒരു യാത്രയിലും കണ്ണീരിന്റെ നനവ് പടരാതിരിക്കട്ടെ.